ഭാഗം ആക്രമിച്ചതായിട്ട് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം അറിയുവാനിടയായി. അതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി അത് ലോകസഭയിൽ ആ വിവരം അറിയിക്കുവാനായിട്ട് ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ CBC കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അതിശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയും അപലപിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളും അതോടൊപ്പം തന്നെ അതിശക്തമായിട്ട് അപലപിക്കുകയും പ്രതികരിക്കുകയും മറ്റ് ന്യൂനപക്ഷ സാമുദായിക സംഘടനകളും അപലപിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ ശക്തമായിട്ട് അപലപിക്കുകയും പ്രതികരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ മുമ്പോട്ട് പോകുകയുള്ളൂ. അത് അത്യാവശ്യം തന്നെയാണ്. ഞാൻ ഇതിനകത്ത് പറയാനോട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ അടുത്തിടെ കോട്ടയം ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിയും 2 കുഞ്ഞുങ്ങളും, അത് അറിയാവുന്നവർക്കെല്ലാം അറിയാം, എല്ലാവരുടെയും മനസ്സിലൊരു തീരാവേദന തന്നെയാണ്. അവർ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരു 3 ദൈവ ആത്മാക്കൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മനുഷ്യ ജീവനുകളായിരുന്നു. അവർക്ക് ഈ ഭൂമിയിൽ നിന്നും നിർബന്ധപൂർവ്വം അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഒരു ക്രിസ്തീയ പുരോഹിതൻ തന്നെയാണ് എന്ന് ആ സംഭവമായിട്ട് അറിയാവുന്നവർക്കും അവരുമായിട്ട് അടുത്ത് ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അയാൾക്കെതിരെ ശക്തമായൊരു നടപടി സ്വീകരിക്കുന്നില്ല? അല്ലെങ്കിൽ ആ 3 ജീവനുകൾ പോയതിനെതിരെ എന്തുകൊണ്ട് ഈ KCBCയോ അല്ലെങ്കിൽ CBSEയോ ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ഭരണ നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല, അപലപിക്കുന്നില്ല, നടപടിയെടുക്കുന്നില്ല? ഇതൊരു പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമല്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനവും ഭരണ സംവിധാനവും തന്നെയല്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 3 ജീവനുകളോളം വേദന അവരനുഭവിച്ച ആ ഒരു വേദന, ആ വേദന പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? നമുക്ക് വടക്കേണ്ടിയാൽ ഒരു പുരോഹിതനോ കന്യാസ്ത്രീയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായമാണെങ്കിൽ ഭൂരിപക്ഷ സമുദായമായാലും ആക്രമിക്കപ്പെടുന്നതിനെ നമ്മൾ അപലപിക്കുക തന്നെ ചെയ്യണം, അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും 10 ഇരട്ടിയെങ്കിലും ഗൗരവമുള്ള ഒരു സംഭവമല്ലേ നമ്മുടെ ഈ നാട്ടിൽ നമ്മളിൽപ്പെട്ട ഒരു 3 മനുഷ്യജീവനുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, എല്ലാ രീതിയിലും ഒരു രീതിയിൽ അവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ക്രിമിനലുകളായ പ്രതികൾ അവരിന്ന് പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട്, പരസ്യമായി ഇറങ്ങി നിന്നുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമല്ലേ? എന്തുകൊണ്ട് ഇതിനെതിരെ ഈ CBSEക്ക് പ്രതികരിക്കാൻ തോന്നുന്നില്ല, KCBCക്ക് പ്രതികരിക്കാൻ തോന്നുന്നില്ല, ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന് പ്രതികരിക്കാൻ തോന്നുന്നില്ല? കാരണം ആ പുരോഹിതരെ ആക്രമിക്കപ്പെട്ടതിനേക്കാളും 10 ഇരട്ടിയെങ്കിലും ഗൗരവമുള്ള ഒരു സംഭവമാണിത്. ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ പുരോഹിതരൊക്കെ ആക്രമിക്കപ്പെടുന്നതിനെതിരെ പ്രതികരിക്കാൻ തോന്നുകയും ചെയ്യുന്നു. കാരണം ഇതിനകത്തെ 1-ാം പ്രതി എന്ന് പറയുന്നത് ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ ആയതുകൊണ്ടാണോ ഇങ്ങനെ പ്രതികരണശേഷി നഷ്ടപ്പെടുന്നത്? അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥകളെല്ലാം ഒരുതരം ഉറക്കം തൂങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ആകെപ്പാടെ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഷൈനിയുടെ ഭർത്താവിനെ ഒന്ന് അറസ്റ്റ് ചെയ്തു, ഒരു 28 ദിവസം ജയിലിൽ കിടന്ന് കഴിഞ്ഞ ദിവസം അയാൾ ജാമ്യത്തിലിറങ്ങി പുറത്തേക്കിറങ്ങി. ഇപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ പ്രതികളും ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി നടന്നുകൊണ്ട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെയും നീതിബോധത്തെയും കൊഞ്ഞനം കുത്തി നടക്കുകയാണ്. ഇത് ശരിക്കും ഈ സമൂഹത്തിൻ്റെ നീതിബോധത്തിൻ്റെ അങ്ങേയറ്റം വന്നിരിക്കുന്ന ഒരു ബലഹീനതയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം വരണം. ഞാൻ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഷൈനിയുടെയും നോവിയുടെയും കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് പ്രവർത്തിച്ചത് ആ ബോബി ചേരിയിൽ എന്ന ക്രൈസ്തവ പുരോഹിതനായിരുന്നു. അയാൾ ഇവരുടെ കുടുംബജീവിതത്തിൽ തുടക്കം മുതലേ വിള്ളലുകൾ വീഴ്ത്താനായിട്ട് പരിശ്രമിച്ചിരുന്നു, പണിയെടുത്തിരുന്ന കാര്യങ്ങളും അവരുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള, പ്രത്യേകിച്ചും ചുങ്കം, തൊടുപുഴ, കോട്ടയം ഭാഗത്തുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം അവരെ ഒരു കുടുംബശ്രീയുടെ ഒരു ലോണിൻ്റെ പേരിൽ അവരെ കുടുക്കിയതും അതോടൊപ്പം തന്നെ അതിനകത്ത് കേസിൽ പ്രതിയാക്കുകയും ആ കേസ് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് അവരെ എല്ലാ രീതിയിലും ക്രൂശിച്ചതും, ഒരു ഗത്യന്തരവും ഇല്ലാതെ അവർ സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ ജോലി സ്ഥലങ്ങളിലും
ഇയാൾ പുറകിൽ നിന്നുകൊണ്ട് പാര പണിത് അവർക്ക് ഒരു രീതിയിലും ജോലി ലഭിക്കാതെയും ജോലിയിൽ പ്രവേശിക്കാതിരിക്കാനുമായിട്ടുള്ള എല്ലാ പണിയും ചെയ്ത് അവരെ എല്ലാ രീതിയിലും ശ്വാസം മുട്ടിച്ച് ഒരു ഗത്യന്തരവും ഇല്ലാതെ ആ ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനവും സഹിക്കവയ്യാതെ ആ 3 ജീവനുകൾ പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ചെന്നി അവർ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു, അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടു എന്ന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രതികൾ ഇന്ന് വെറും നിസ്സാരക്കാരായിട്ട് അവരൊരു കുറ്റവും ചെയ്യാത്തവരെ പോലെ, അല്ലെങ്കിൽ അവരെ ഒന്നും ഈ സംഭവങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഈ സമൂഹത്തിൽ വിലസുകയാണ്. ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ബലഹീനത തന്നെയല്ലേ? എന്തുകൊണ്ട് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നില്ല? മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ കോട്ടയം ക്നാനായ സഭാ നേതൃത്വത്തോടാണ്. ഈ ക്നാനായ കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനാണ് ഈ ബോബി ചേരിയിൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്രയും നീചനും നിന്ദ്യനും നികൃഷ്ടനുമായൊരു വ്യക്തി എങ്ങനെയാണ് ക്രൈസ്തവ പുരോഹിതനായിട്ട് നിലനിൽക്കുന്നത്? അയാൾ ശരിക്കും പറഞ്ഞ സാത്താൻ്റെ പുരോഹിതനാണ്. ക്രിസ്തീയ പുരോഹിതൻ്റെ വേഷമണിഞ്ഞ സാത്താൻ്റെ പുരോഹിതനാണ് അയാളെ സഭയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് അല്പമെങ്കിലും നമ്മുടെ സഭയ്ക്ക്, ഞാനൊരു ക്നാനായക്കാരനായതുകൊണ്ട് കൂടി പറയുകയാണ്, അല്പമെങ്കിലും നമ്മുടെ ക്നാനായ സഭയ്ക്ക് നീതി അല്ലെങ്കിൽ ക്രിസ്തീയത ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുവാൻ ഈ ക്നാനായ കത്തോലിക്ക സഭാ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. അത് ചെയ്തിരിക്കണം. അത് ചെയ്തില്ല എങ്കിൽ ഈ സമൂഹത്തിൽ ക്നാനായ കത്തോലിക്ക സഭ ഏറ്റവും അപഹാസ്യമായി പോകും. അതുകൊണ്ട് ഇവിടുത്തെ ഭരണ നേതൃത്വവും അതുപോലെ നീതിന്യായ വ്യവസ്ഥയും സഭാ നേതൃത്വവും അതിശക്തമായ ഈ അനീതിക്കെതിരെ, ഈ 3 മനുഷ്യജീവനുകളെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയവർക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിച്ച് ഈ